അങ്ങനെ ഞങ്ങളുടെ വിയറ്റ്നാമിലെ യാത്ര തുടരുകയാണ്. ആനി ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യത്തെ വിയറ്റ്നാം ട്രിപ്പിലേക്ക് എത്തി. ഞങ്ങളിവിടെ ആദ്യം തന്നെ പോകുന്നത് അതൊരു സർപ്രൈസ് ആയിരുന്നു. ആദ്യം തന്നെ പോകുന്നത് ക്രൂസിലേക്കാണ്. അത് എനിക്ക് അറിയില്ലായിരുന്നു. ഇൻഫാക്റ്റ് ഐറ്റിനറി ഒന്നും എനിക്ക് അറിയില്ല. മെർച്ചൻ്റ് പ്രൈം എന്ന് പറയുന്ന ക്രൂസാണ് ഞങ്ങൾ ഐറ്റിനറിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റേ ആയിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ആദ്യം കാണിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രൂസിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ആന ഇങ്ങനെ അവിടേക്ക് ട്രാൻസിറ്റ് വന്നിട്ട് തന്നെ ഒരു ഷിപ്പിലായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവിടുത്തെ വ്യൂ കാണുമ്പോൾ തന്നെ ഞാനും ഹാനിയും ഭയങ്കര മെസ്മറൈസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ പതിവ് പോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും വിയറ്റ്നാം വരികയാണെങ്കിൽ ക്രൂസ് സ്റ്റേ മസ്റ്റാണ് കേട്ടോ. പ്ലീസ് അത് നിങ്ങളുടെ ഐറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്യൂ. കാരണം വൺ ടൈം എക്സ്പീരിയൻസ് ആണെങ്കിലും അത് ജീവിതകാലം മൊത്തം മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി. ഞാൻ ടോട്ടലി എൻജോയ് ചെയ്തു. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന ക്രൂസ്. ഇതിൻ്റെ ഒരു ബാക്ക് വ്യൂ ആണത്, ഫ്രണ്ട് വ്യൂ അല്ല. ഞങ്ങൾ കയറുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ സ്ലോലി ഇൻക്ലൂഡ് ചെയ്യാം, കാണിച്ചു തരാം. ഒരു ക്രൂസ്, ഒരു കപ്പലിൻ്റെ ഉള്ളിൽ അവർ ഇത്രയും നന്നായിട്ടല്ലേ ഒരു ലക്ഷറി ഫീൽ തരുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാനിതിൻ്റെ ഉള്ളിലിരുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ സത്യമായിട്ടും കപ്പലിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. കാരണം മനുഷ്യൻ ഇങ്ങനെ എന്തൊക്കെയാണ് സൃഷ്ടിക്കുന്നത് അല്ലേ. ഒരു കപ്പലിൻ്റെ ഉള്ളിൽ ഒരു മിനി ലക്ഷറി ഫീൽ, നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ട്. പിന്നെ ഇതാണ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ഞങ്ങളുടെ ലഞ്ച്. അവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചത്. അതിൻ്റെ പേരൊന്നും എൻ്റെ അടുത്ത് ചോദിക്കാതെ എനിക്ക് ഒന്നിൻ്റെയും പേരറിഞ്ഞില്ല. ആദ്യം അഹാനയുടെ വയറ് നിറച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ നിന്നത്. പിന്നെ അവൾ ഭയങ്കര ക്രാങ്കായി, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതായത് ഷിപ്പിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ്. ഇതാണ് ഞങ്ങളുടെ റൂം. കപ്പലിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു റൂം ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വളരെ ഒരു കുട്ടി റൂം തന്നെയാണ്, പക്ഷേ അത് ഒരു ചെറിയ റൂമാണെന്ന് മനസ്സിലാവുകയില്ല. കാരണം ഒരു ലക്ഷറി ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. റെസ്റ്റ് റൂം ആവട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ബാൽക്കണി വ്യൂ ആവട്ടെ, റൂം ആവട്ടെ, ഇറ്റ് വാസ് അമേസിങ്. വീഡിയോയിൽ കാണുന്നതൊന്നല്ല, നേരിച്ച് കാണുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടല്ലോ. നമ്മൾ കടലിൻ്റെ നടുക്കാണ് സ്റ്റേ ചെയ്യുന്നതെന്നുള്ള ഫീൽ, അത് സ്ലോലി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് അറിയുന്ന പോലും ഇല്ല. അത് വളരെ നല്ലൊരു ഫീലാണ്. മോഷൻ സിക്നസ് ഉള്ളവർക്ക് എനിക്കറിയില്ല ഇത് പറ്റുമോ, പക്ഷെ എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നന്നായി എൻജോയ് ചെയ്തു സ്റ്റേ. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ക്രൂസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പൂളിലായിരുന്നു ഞങ്ങൾ ഈവനിങ് സ്പെൻഡ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് സെയിം ഡേ. പക്ഷേ ഈ പൂളിൽ ആദ്യം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള പൂൾ കുറേ നേരം ഇതിലിരുന്ന് റിലാക്സ്ഡായി ഫീൽ ചെയ്ത്. ഹാന ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. അവൾക്ക് പൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഇഷ്ടമാണ്. അപ്പോൾ അവൾ നന്നായി എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്തതെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ശരി, ബൈ.